ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 2 ഫോൺ ചാംസ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഹാങ്ങിങ് എടുത്തിട്ടുണ്ട്, ഫോൺ ചാംസ് ഇടാനുള്ള ഹാങ്ങിങ്. പിന്നെ 2 ബ്ലാക്ക് ത്രെഡും കൂടി എടുത്തിട്ടുണ്ട് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, ത്രെഡ് നമുക്ക് ആവശ്യത്തിന് നീളത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ വൈറ്റ് ബീഡ്, ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ട്, അതിൽ ഗോൾഡൻ ലൈൻസ് ഉണ്ട്. പിന്നെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു മോഡലുള്ള ഒരു ഫ്ലവർ, ഒരു വൈറ്റ് ബീഡ് തന്നെയാണ് അതും. പിന്നെ ഒരു 5mm വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് ബീഡാണ്, ഫ്ലവർ മോഡൽ ഗ്ലാസ് ബീഡ്. പിന്നെ ബട്ടർഫ്ലൈ ബീഡ് എടുക്കുന്നുണ്ട്, ഗ്ലാസ് ബീഡ് തന്നെ. പിന്നെ ഒരു ഷൈനിങ് ഉള്ളൊരു ബീഡും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് തുടങ്ങാം. ബീഡ്സിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമാറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ വൈറ്റ് ബീഡ്സാണ് ആദ്യം കോർക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് തോന്നുന്ന പോലെ റാൻഡമായിട്ട് കോർത്ത് പോവുകയാണേ. രണ്ട് സൈഡും ഒപ്പം വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് തോന്നിയിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ ഒരു കെട്ടിടാൻ പോവാണ്. രണ്ടും കൂടി ചേർത്തിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാൻ പോവാണ്. അറ്റത്ത് ബാക്കി വന്ന ത്രെഡ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് അതങ്ങനെയാണ് ഭംഗിയെങ്കിൽ അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. രണ്ടാമത്തെ ചം കോർക്കാണ്. അതിന് റാൻഡമായിട്ട് തന്നെ ഗ്ലാസ് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 ചാംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കെട്ടിൻ്റെ അറ്റത്ത് കുറച്ച് പശയും തേച്ച് കൊടുക്കും കേട്ടോ, ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ 2 ചാംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വൈറ്റ് ചാമിൻ്റെ ത്രെഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ, എന്നിട്ട് അതിൻ്റെ ആ കെട്ട് ആ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു. അതാണ് അതിന് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നന്നായിട്ട് തോന്നിയതെന്നൊന്ന് പറയാം. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് മറക്കല്ലേ.